ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കാലടിപ്പാലം സമരം പിൻവലിച്ച് ബസ് ഉടമകൾ. മഴ മാറി നിന്നപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും എംഎൽഎമാരായ റോജി എം ജോണിന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും അൻവർ സാദത്തിന്റെയും കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ജൻ തോട്ടപ്പള്ളിയുടെയും വാർഡ് മെമ്പർ എം പി സജീവിന്റെയും ജില്ലാ കളക്ടറുടെയും പ്രത്യേക താൽപര്യപ്രകാരം മുൻ കോൺട്രാക്ടർ തന്നെ ജോലി ഏറ്റെടുത്ത് കാലടിപ്പാലത്തിൽ രൂപം കൊണ്ട കുഴികൾ കഴിഞ്ഞ ദിവസം രാത്രി 12 മണി മുതൽ രാവിലെ 3 മണി വരെ പണിത് ഗതാഗത യോഗ്യമാക്കി. അതിനാൽ സ്വകാര്യ ബസ്സുകൾ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം പുനരാരംഭിച്ചതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജിബി ജിൻഡോ ഡോണി, വിക്ടർ കോലഞ്ചേരി എന്നിവർ അറിയിച്ചു. കാലടി പാലത്തിൻ്റെ ഇരുവശങ്ങളിൽ രൂപപ്പെട്ടിരുന്ന കുഴി മൂലം കാലടി ടൗണിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചിട്ട് ആഴ്ചകളായി. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധപ്പെടുത്തിയിട്ട് പരിഹാരം കാണാത്തതിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ 2 ദിവസം മുതൽ അങ്കമാലി കാലടി പെരുമ്പാവൂർ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ കാലടി പാലം ബഹിഷ്കരിച്ചുകൊണ്ട് സർവീസ് നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലടിയിലെ പാലത്തിൻ്റെ കുഴികൾ അടയ്ക്കുവാൻ അങ്കമാലി എംഎൽഎ റോജി എം ജോണും അതോടൊപ്പം തന്നെ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളിയും. സ്കൂൾ തുറന്ന സമയമായതിനാൽ 120 പ്രൈവറ്റ് ബസ്സുകളും സർവീസ് ആരംഭിച്ച് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക ഒഴിവാക്കി. മഴ പൂർണ്ണമായും മാറിയാൽ അങ്കമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന MC റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് അങ്കമാലി എംഎൽഎ റോജി എം ജോൺ അറിയിച്ചു. നമുക്ക് ചെങ്ങന്നൂർ മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിന്റെ റീച്ച്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കമ്പനി അത് കഴിഞ്ഞ 2-3 മാസമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ നിർത്തിവെച്ചു. അതുകൊണ്ടാണ് നമുക്ക് MC റോഡിൽ അങ്കമാലി മുതൽ നമുക്ക് നോക്കിയാൽ ചെങ്ങന്നൂരേക്ക് പോകുന്ന അല്ലെങ്കിൽ MC റോഡിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ട് അപകടകരമായ വിധത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. കാലടി പാലത്തിലുണ്ടായിരിക്കുന്ന കുഴികൾ മൂലം ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഈ കരാറുകാർ എത്രയും വേഗം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവിടെ പ്രവൃത്തികൾ, മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായിട്ട് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മഴക്കാലം സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. കഴിഞ്ഞ 2-3 മാസക്കാലമായി അത് പണികൾ നിർത്തിവെച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി.